My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇതിൻ്റെ 129ാമത്തെ എപ്പിസോഡിൽ പൾസാറ്റ്ല എന്ന അധ്യായത്തിൻ്റെ 5ാം ഭാഗമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ചില കമ്പാരിസൺസിൻ്റെ തുടർച്ച കാണാം. ചില രോഗാവസ്ഥകളിലെ ദ്വിതീയാവസ്ഥകൾ, മെറ്റാസ്റ്റാസിസ്, അതിനെക്കുറിച്ച് അതിലുള്ള ചില കമ്പാരിസൺസ്, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പല വിവരങ്ങളും ഇവിടെയുണ്ട്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. മംസ് ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് പരോട്ടിഡ് ഗ്ലാൻഡ്സ്. പൾസാറ്റ്ലയുടെ ഒരു പ്രധാന പ്രവർത്തന മേഖലയാണ് മംസും പരോട്ടിഡ് ഗ്ലാൻഡ്സിലുള്ള വീക്കവും ഒക്കെ. ഇഫ് എ വുമൺ സഫറിംഗ് ഫ്രം മംസ് ടേക്സ് എ decided cold, the breast swell and there is an inflammation of the mammary glands. അപ്പോൾ ഈ മംസും മാമറി ഗ്ലാൻഡ്സുമായിട്ടുള്ളൊരു കറസ്പോണ്ടൻസ് ആണ് ഇവിടെ പറഞ്ഞു വരുന്നത്. മംസ് ഉള്ള ഒരു സ്ത്രീ കാര്യമായ തോതിൽ തണുപ്പടിച്ചു കഴിഞ്ഞാൽ, പൾസാറിലെ പേഷ്യൻ്റ് ആകുമ്പോൾ പുറത്ത് നടക്കും, തണുപ്പിനെ കാര്യമാക്കുന്നില്ല. അങ്ങനെ തണുപ്പടിച്ച് കഴിയുമ്പോൾ മാമറി ഗ്ലാൻഡ്സിൽ സ്വെല്ലിംഗ് ഉണ്ടാവും. ചിലപ്പോൾ ഒന്ന് മാറി മറ്റൊന്ന് വരാം, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് വരാം. ഗേൾസ് ടേക്സ് കോൾഡ്, ദ സ്വെല്ലിംഗ് ഓഫ് ദ പരോട്ടിഡ് സബ്സൈഡ്സ് ടു സൂൺ ആൻഡ് ദ കറസ്പോണ്ടിങ് മാമറി ഗ്ലാൻഡ് സ്വെൽസ്. അപ്പോൾ പെൺകുട്ടികൾ ഇങ്ങനെ തണുപ്പടിച്ചു കഴിഞ്ഞാൽ പരോട്ടിഡ് ഗ്ലാൻഡ്സിൽ സ്വെല്ലിങ് വളരെ വേഗം അതിൻ്റെ സാമാന്യമായിട്ട് കുറയാനുള്ള ആ ഒരു സമയത്തിനേക്കാൾ കുറഞ്ഞ സമയത്തിൽ അത് ശമിച്ചിട്ട് പകരം അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡിലുള്ള മാമറി ഗ്ലാൻഡ്സിൽ സ്വെല്ലിംഗ് ഉണ്ടാവുക. ചിലപ്പോൾ രണ്ട് മാമറി സൈഡിലെയും മാമറി ഗ്ലാൻഡ്സ് ഒരുമിച്ച് സ്വെല്ലിംഗ് വരാം. അല്ലെങ്കിൽ ഓർ ഇറ്റ് മേ ബിഗിൻ ഇൻ വൺ ആൻഡ് ഗോ ടു അതർ, ഒരു ഭാഗത്ത് തുടങ്ങി അപ്പുറത്തേക്ക് പോകാം. ഇനി പുരുഷന്മാരിലാണെങ്കിലോ ഇൻവെനിറ്റീസ് ടെസ്റ്റിക്കിൾ. പുരുഷന്മാരിൽ മാമറി ഗ്ലാൻഡ്സിൻ്റെ സ്ഥാനത്ത് വൃഷണങ്ങളാണ് വരുന്നത്, ടെസ്റ്റിക്കിൾസാണ് വരുന്നത്. Pulsatile is one of the most important remedies in this form of metastasis. ഒരു ഭാഗത്തു നിന്ന് മറ്റേതിലേക്ക് സ്ഥാനം മാറുന്ന ഇത്തരം രോഗങ്ങളുടെ സ്ഥാനാന്തരത്തിന് വളരെ ഉപയോഗിക്കുന്ന ഔഷധങ്ങളിലൊന്നാണ് പൾസാറ്റില. ഈ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അർബുദമായിട്ട് ബന്ധപ്പെട്ടാണ് കാണുന്നത്. ഇവിടെ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ബ്രേക്സ് കംപ്ലൈൻറ്റ്സ് ദാറ്റ് ഫ്ലിറ്റ് അബൌട്ട്. അപ്പം ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന അവസ്ഥകളെ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ യഥാസ്ഥാനത്ത് നിർത്തി ഒരു ഹീലിങ്ങിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ഔഷധമാണ് പൾസാറ്റില. പൾസാറ്റില ഇസ് ദ കോമൺ റെമഡി ഫോർ എനോമസ്ലി സ്വോളൻ ടെസ്റ്റിക്കിൾസ് ഫ്രം മംസ് ഇൻ എ ബോയ്. ആൺകുട്ടികളിൽ മുണ്ടുനീര് വന്നിട്ട് സാധാരണ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ എപ്പോഴും കുട്ടികളിൽ കാണുന്ന ഒരു സമയം. ഇപ്പോൾ അതിനൊക്കെ വാക്സിനേഷൻ എന്തോ കൊടുത്ത് സപ്രസ് ചെയ്ത് ഇപ്പോൾ അതൊന്നുമില്ല. പകരം അതിനപ്പുറത്തെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഇത് പണ്ട് ഈ മുണ്ടുനീരുമായിട്ട് വരുന്ന കുട്ടികൾ ധാരാളമുണ്ട്. അതിന് മരുന്ന് കഴിക്കാൻ ഒരു ഓയിൻമെൻറ്റൊക്കെ പുരട്ടും, ഒരു പ്രത്യേക മണമൊക്കെ ആയിട്ട് ക്ലാസ്സിൽ വരും. അപ്പോൾ ആ സമയത്ത് ക്ലാസ് റൂമിൽ മുഴുവൻ ആ ഓയിൻമെൻറ്റിൻ്റെ മണമായിരിക്കും. ഇത് കഴിയുമ്പോഴേക്കും വർഷണ വീക്കം വരും, പിന്നെ നടക്കാൻ പറ്റില്ല. ആൺകുട്ടികളുടെ അവസ്ഥ. കാർബോ വെജിറ്റബിൾസ് ഈസ് അനദർ റെമഡി, ബട്ട് ദെൻ യു ഹാവ് എ കാർബോ വെജിറ്റബിൾ പേഷ്യൻസ്. ഇതേ അവസ്ഥ കാർബോവേജിലും വരാം, പക്ഷെ അതൊരു കാർബോവേജ് പേഷ്യൻ്റ് ആയിരിക്കണം. ഇവിടെ പൾസാറ്റിലെ പേഷ്യൻറ്റിനെ കുറിച്ചുള്ള കാര്യം പറയുന്നത്. ഉദ്ദേശം എന്ന് വെച്ചാൽ ജനറാലിറ്റീസ് എഗ്രി ചെയ്യണമെന്നുള്ള കാര്യമാണ് കെൻഡ് വ്യംഗ്യമായിട്ട് പറയുന്നത്. അവിടെ കാർബോജിൻ്റെ ജനറാലിറ്റീസ് ഉണ്ടെങ്കിൽ കാർബോജ് ഈ ടെസ്റ്റിക്കിൾസിൻ്റെ പ്രശ്നങ്ങളും മംസുമായിട്ടുള്ള ഈ ഒരു കറസ്പോണ്ടൻസിന് ബ്രേക്കപ്പ് ചെയ്യും. അബ്രോട്ടാനം ഈസ് ഓൾസോ യൂസ്ഫുൾ ഇൻ വാണ്ടറിങ് അറൗണ്ട് സിംറ്റംസ്. ഇതേപോലെ രോഗലക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും വാണ്ടർ ചെയ്യുന്ന അവസ്ഥയിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറുന്ന ഈ വാണ്ടറിങ് കണ്ടീഷൻസിൽ വളരെയധികം ഉപകരിക്കുന്ന മറ്റൊരു ഔഷധമാണ് അബ്രോട്ടാനം. പൾസാറ്റില ഹാസ് വാണ്ടറിങ് പെയിൻസ്. Rheumatism goes from joint to joint, jumps around here and there. Neuralgic pains fly from place to place. Inflammation go from gland to gland. ഈ ഒരു വാണ്ടറിങ്, ഈ ചാഞ്ചാടി നടക്കൽ, കുഴങ്ങി ചാടുന്ന പോലെ ഒരിടത്തുനിന്ന് മറ്റത്തേക്ക് ചാടൽ പൾസാറ്റിലുണ്ട്. പൾസാറ്റിൽ ഒരു പ്രത്യേക കാറ്റഗറി കിടന്നുള്ള ചാട്ടമാണ്. ഗ്ലാൻഡുകൾക്കിടയിൽ ചാട്ടം, ജോയിൻസുകൾക്കിടയിൽ ചാട്ടം, ന്യൂറാൾജിക് പെയിൻസ്, ആ ന്യൂറാൾജിക് സ്ഫിയറിൽ കിടന്നുള്ള വാണ്ടറിങ് അല്ലെങ്കിൽ ജമ്പിങ് ആണുള്ളത്. അത് പൾസാറ്റിൻ്റെ നേച്ചർ. ഞാൻ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു തരം വാണ്ടറിങ് കൂടി പറയുന്നുണ്ട്. ബട്ട് ഹിയർ ഈസ് ദ ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ.
Pulsatilla sticks to its own text. It keeps jumping around, but it does not change to a new class of disease. പക്ഷെ പൾസാറ്റില്ല ജമ്പിങ് ഒക്കെ ഉണ്ട്, പക്ഷേ ആ ഒരു ക്ലാസ്സിൽ, ഗ്ലാൻസിൻ്റെ ക്ലാസ്സിൽ, ന്യൂറോളജിയുടെ ക്ലാസ്സിൽ, ജോയിൻസിൻ്റെ ക്ലാസ്സിൽ, ആ ഒരു ക്ലാസ് ഓഫ് സിംറ്റംസിൽ നിൽക്കുകയുള്ളൂ. വേറൊരു രോഗാവസ്ഥയുടെ ക്ലാസ്സിലേക്ക് അത് പോവില്ല. അബ്രോട്ടാനം ഹാസ് ദിസ് മെറ്റാസ്റ്റാസിസ്, ബട്ട് ഇറ്റ് ചേഞ്ചസ് ദ ഹോൾ ഡയഗ്നോസിസ്. അബ്രോട്ടാനത്തിൻ്റെ കാര്യത്തിലും ഈ ഒരു മെറ്റാസ്റ്റാസിസ് ഒരു ദ്വിതീയാവസ്ഥ ഉണ്ട്. പക്ഷേ ഒരു ക്ലാസ്സിൽ, പൾസാറ്റിലെപ്പോലെ ഒരു ക്ലാസ് ഓഫ് ഓർഗൻസിൽ നിൽക്കുന്നതല്ല, അത് എൻറ്റയർലി ന്യൂ ക്ലാസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് ഡിസീസ് അങ്ങനെ വരാം. അപ്പോൾ അത് നോക്കുമ്പോൾ ഇത് പുതിയൊരു രോഗം വന്നു എന്ന് പറയും. ദാറ്റ് ഈസ് ദ അലോപ്പാത്ത് സേസ് ദിസ് ഇസ് എ ന്യൂ ഡിസീസ് ടുഡേ. അപ്പോൾ അലോപ്പത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു പുതിയ രോഗമാണത്. ഇന്നലെ ഒരു രോഗമായിരുന്നു, ഇന്ന് പുതിയൊരു രോഗമായി. ദ പേഷ്യൻ്റ് ഹാസ് എ വയലന്റ് ഡയറിയ ടുഡേ ആൻഡ് ദ ignoramus suppresses it and inflammatory rheumatism comes on. അപ്പോൾ വളരെ സർക്കാസ്റ്റിക്കായിട്ടാണ് എന്നോട് പറയുന്നത്, ഇന്ന് വളരെ ശക്തമായ വയറിളക്കം, അതിൻ്റെ യഥാർത്ഥ നേച്ചർ അറിയാതെ അതിനെ സപ്രസ് ചെയ്തു. ഇഗ്നോറാമസ് എന്ന് വെച്ചാൽ വിഡിതം, ഭോഷം എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഈ സപ്രഷൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ കെൻറ്റ് വളരെ രൂക്ഷമായ ഭാഷ ഉപയോഗിക്കും. ഇന്ന് ചിലപ്പോൾ നമുക്കത് ഒഫൻസീവായിട്ട് തോന്നാം. അപ്പോൾ ആ ഒരു രോഗിക്കുണ്ടാകുന്ന ആ ഡാമേജിൻ്റെ ഡെപ്ത് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം അത്രയും രൂക്ഷമായ ഭാഷ ഉപയോഗിക്കുന്നത്. ആ തരത്തിൽ കണ്ടാൽ മതി. ആ ഇൻഫ്ലമേറ്ററി റൊമാറ്റിസം കംസ് ഓൺ. അപ്പോൾ ഡയറിയ സപ്രസ് ചെയ്ത് നാളെ ഇൻഫ്ലമേറ്ററി റൊമാറ്റിസം വരുന്നു. അതിനെ പുതിയ രോഗം എന്ന് വിളിക്കുന്നു. ദ സപ്രഷൻ ഓഫ് എ ഡയറിയ ഓർ എ ഹെമറേജ് ഓർ റിമൂവൽ ഓഫ് പൈൽസ്. ഇനി ഡയറിയനെ, ഒരു രക്തവാർച്ചേനെ അല്ലെങ്കിൽ പൈൽസിനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ മറ്റൊരു സ്ഥലത്ത് അത് ക്രോപ്പപ്പ് ചെയ്ത് വരും. അതിൻ്റെ നേച്ചർ അനുസരിച്ച് വേറെ സ്ഥലത്ത് ക്രോപ്പപ്പ് ചെയ്ത് വരും. എ ചൈൽഡ് ഹാസ് എ സമ്മർ കംപ്ലൈൻറ്റ് സപ്രസ്ഡ് ആൻഡ് ദർ ഫോളോസ് സിംറ്റംസ് റെഫറിങ് ടു ബ്രെയിൻ, കിഡ്നീസ്, ലിവർ ഓർ എ മെറാസ്മസ് വിത്ത് എമേസിയേഷൻ ഫ്രം ബിലോ അപ്വേർഡ്. അപ്പോൾ ഒരു കുട്ടിയുടെ കാര്യത്തിൽ സമ്മർ കംപ്ലൈൻസിനെ സപ്രസ് ചെയ്തു. അപ്പോൾ എന്താ വരുന്നത്? തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വൃക്കകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മൊത്തം ശോഷിക്കൽ, ഇങ്ങനെയുള്ള ആ ഒരവസ്ഥകൾ വരും. അപ്പോൾ ഇതിനെ നമ്മൾ ഇന്നത്തെ സാഹചര്യമായിട്ടൊന്ന് കൂട്ടി വായിക്കണം. ഇന്ന് വൃക്കരോഗങ്ങൾ, തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, വിഷാദത്തിൻ്റെ അവസ്ഥ, അക്രമാസക്തി, വളരെ അഗ്രസീവായിട്ടുള്ള ഹൈപ്പർ ആക്ടിവിറ്റി എന്നുള്ള പ്രശ്നങ്ങൾ, ഇതേപോലുള്ള ലിവറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ലിവർ മാറ്റിവെക്കലൊക്കെ വളരെ സാധാരണ പോലെ ആയിരിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ഈ കെൻറ്റ് പറയുന്നൊരു പശ്ചാത്തലത്തിൽ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ഈ ചില സപ്രഷൻസിൻ്റെ പിന്നിൽ കാണാം. സേഫായിട്ടുള്ള ചില കാര്യങ്ങൾ സപ്രസ് ചെയ്യുന്നു. പനി തന്നെ, പലതരം പനികൾ, ഇതിനെ പാരാസെറ്റമോളും മറ്റൊക്കെ ഉപയോഗിച്ച് സപ്രസ് ചെയ്യുന്നു. പിന്നീട് വരുന്നത് ചിലപ്പോൾ ഇത്തരം പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഇത്തരം മാരകമായ രോഗാവസ്ഥകളുടെ പെരുപ്പത്തിനുള്ള കാരണം നമ്മൾ കാണണം. അപ്പോൾ പനിയെ നമുക്ക് മാനേജ് ചെയ്യാം. കിഡ്നി പോയാൽ, കരൾ പോയി കഴിഞ്ഞാൽ പിന്നെ മാനേജ്മെൻറ്റ് മാറ്റിവെക്കലാണ്. ലക്ഷങ്ങളും കോടികളുമൊക്കെ ചിലവഴിച്ചുള്ള ഏർപ്പാടുകൾ. അപ്പോൾ രോഗാവസ്ഥകളെ അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ ലളിതമായ രൂപത്തിൽ, ലളിതവും ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ശമിപ്പിച്ചാൽ, സുഖപ്പെടുത്തിയാൽ, കൂടുതൽ സങ്കീർണമായ രോഗാവസ്ഥകളിലേക്ക് പോകാതെ, ജീവനെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥകളിലേക്ക് പോകാതെ സൂക്ഷിക്കും. അതിൽ സാധാരണ മനുഷ്യരും ഡോക്ടേഴ്സും പേഷ്യൻസും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇന്നതൊക്കെ അജ്ഞാത രോഗങ്ങൾ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ജീവിതശൈലിക്ക് പങ്ക് ഇല്ലെന്നല്ല, ജീവിതശൈലിയിലെ വ്യത്യാസങ്ങൾക്ക് അതിൽ പങ്കുണ്ട്. പക്ഷേ ഒന്നാമത്തെ പങ്ക് പ്രാഥമിക രൂപങ്ങളിൽ അതിനെ സപ്രസ് ചെയ്തില്ല, തെറ്റായി മാനേജ് ചെയ്തില്ല. അതാണ് എനിക്ക് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ, സങ്കീർണമായ രോഗാവസ്ഥയുടെ സമൂഹത്തിൽ ഹോമിയോപ്പതി ഡോക്ടേഴ്സിന്, ഹോമിയോപ്പതി പ്രാക്ടീഷണേഴ്സിന് വളരെ വലിയ ഒരു പങ്ക് വഹിക്കാനുണ്ട്.
രോഗാവസ്ഥകളെ സങ്കീർണമാക്കാതെ അതിൻ്റെ ലളിതമായ രൂപത്തിൽ തന്നെ അതിനെ സുഖപ്പെടുത്തുക, സങ്കീർണാവസ്ഥകളിൽ നിന്നും മാനവരാശിയെ മോചിപ്പിക്കുക. ഇന്ന് കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സമ്പൂർണ്ണ രോഗശാന്തിയിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രധാന ആദർശത്തിനേക്കാൾ ഉപരിയായിട്ട് സങ്കീർണാവസ്ഥകളിൽ നിന്നും മോചിപ്പിക്കുക, ജീവനെ അപകടപ്പെടുത്തുന്ന, ജീവപ്രധാനമായ അവയവങ്ങളെ ബാധിക്കുന്ന, മനസ്സിനെ ബാധിക്കുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് അതിൻ്റെ പ്രാഥമിക രൂപങ്ങളിലേക്ക്, ലളിതമായ രൂപങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ന് ഹോമിയോപാത്സ് നേരിടുന്ന വെല്ലുവിളി. അപ്പോൾ അതിനുപകരിക്കുന്ന ഔഷധങ്ങളെക്കുറിച്ചാണ് കെല്ല് പറയുന്നത്. പൾസാറ്റിൽ ഉപകരിക്കും, അംബ്രോട്ടാനും മറ്റൊന്നും. രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളും സാമ്യങ്ങളും മനസ്സിലാക്കുക. ഇനി സ്റ്റൊമക്കിനെ കുറിച്ച്, വയറിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ. അവേഴ്സ് ആഫ്റ്റർ ഈറ്റിംഗ് ദ പേഷ്യൻറ്റ് ഇറക്ടേറ്റ്സ് മൗത്ത്ഫുൾസ് ഓഫ് സോർ റാൻസിഡ് ബിറ്റർ ഫ്ലൂയിഡ്സ്. ലിക്വിഡ്സ് റോൾ ഓഫ് ഫ്രം സ്റ്റൊമക്ക്, ഓൾവേസ് ബെൽച്ചിങ് അപ്പ് റാൻസിഡ് ഫുഡ്. ആഹാരം കഴിച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ഇത് വരുന്നു, ഓക്കാനം അല്ല എക്കിട്ടം വരുന്നു, പുളിച്ചത് കിട്ടൽ വരുന്നു, കയ്പുള്ള ഫ്ലൂയിഡ്, മോശമായ ഭക്ഷണം, പാതി ദഹിച്ച ഭക്ഷണം വായിന്ന് പുറത്തേക്ക് വരുന്നു. സം പേഷ്യൻസ് കനോട്ട് ഡൈജസ്റ്റ് ബട്ടർ, കനോട്ട് യൂസ് ഒലീവ് ഓയിൽ ഓൺ ദെയർ ഫുഡ്. ചില രോഗികൾക്ക് വെണ്ണയോ ഒലിവെണ്ണ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉപയോഗമുള്ള പാചക എണ്ണ, ഇവിടെ വെളിച്ചെണ്ണയാകാം, അല്ലെങ്കിൽ മറ്റ് വെജിറ്റബിൾ ഓയിൽസ് ആകാം. ഒലിവെണ്ണ ഇവിടെ അങ്ങനെ ഉപയോഗിക്കാറില്ല. എനിവേ അത് വയറ് പിടിക്കാത്തവർ, പക്ഷേ അവർക്ക് അത് തന്നെ വേണം. ഓൾ സോർട്ട് ഓഫ് ബാഡ് ടേസ്റ്റ് ഇൻ ദ മൗത്ത്, വായിൽ എല്ലാത്തരം മോശം രുചികളും വരും. സെവറൽ അവേഴ്സ് ആഫ്റ്റർ ഈറ്റിംഗ് ഹാസ് നോട്ട് ഫിനിഷ് ഡൈജസ്റ്റിംഗ് ഓഫ് ഫുഡ് ഇൻ ദ സ്റ്റൊമക്ക്. ഭക്ഷണം കഴിച്ച് മണിക്കൂർ കഴിഞ്ഞാലും വയറിൽ ദഹനം പൂർത്തിയാകുന്നില്ല. സോർ വോമിറ്റിംഗ് ആൻഡ് ഇറക്റ്റേഷൻസ്, ഈ പുളിച്ചത് കേട്ടൽ. ഡൈജഷൻ ഇസ് ലോ ആൻഡ് ദ പേഷ്യൻറ്റ് ഗോസ് ടു ദ നെക്സ്റ്റ് മീൽ ഹംഗ്രി. ദഹനം വളരെ സാവകാശമാണ്. ഈറ്റിംഗ് ഡസ് നോട്ട് സാറ്റിസ്ഫൈ, ആഹാരം കഴിച്ചാലും ഒരു സംതൃപ്തി കിട്ടുന്നില്ല. അസിമിലേഷൻ ഇസ് ബാഡ്, ഭക്ഷണം കഴിച്ചാലും അതിനെ സ്വാംശീകരിക്കുന്നില്ല, അത് മറ്റൊരു പ്രശ്നമാണ്. ഭക്ഷണം കഴിച്ചു പക്ഷേ ശരീരത്തിൽ കാണുന്നില്ല എന്ന് പറയുന്നില്ലേ. ആഹാരം കഴിക്കുന്നു പക്ഷേ അതിന് പോഷകങ്ങൾ ശരീരത്തിൽ ആഗിരണം ചെയ്യുന്ന പ്രക്രിയ നടക്കുന്നില്ല, അല്ലെങ്കിൽ അത് സാവകാശമായി വരുന്നു, വളരെ മോശമായ അവസ്ഥയിലാവുന്നു. ഓൾവേസ് ബിലിയസ്, എപ്പോഴും ഈ ബിലിയസ് ടേസ്റ്റ്, കയ്പരസം വായിൽ വരുന്നു. മൗത്ത് ഈസ് സ്ലിമ്മി ആൻഡ് ദ ടേസ്റ്റ് ഈസ് ബാഡ്, വായിലിങ്ങനെ സ്ലിമ്മി ആയിട്ടുള്ള വഴുവഴുപ്പും മോശം രുചിയും. ഓൾ ദീസ് സിംറ്റംസ് ആർ വേഴ്സ് ഇൻ ദ മോർണിംഗ്, രാവിലെയാണ് ഈ ലക്ഷണങ്ങളെല്ലാം വർദ്ധിച്ചു കാണുന്നത്. അക്യുമുലേഷൻ ഓഫ് സലൈവ ആൻഡ് മച്ച് മ്യൂക്കസ് ഇൻ മൗത്ത്, വായിൽ ഉമിനീരിങ്ങനെ ഒന്ന് നിറഞ്ഞിട്ട് വായിൽ കഫമൊക്കെ ഒന്ന് നിറയുന്നു. ഫ്ലോ ഓഫ് സ്വീറ്റിഷ് ഓഫ് ടെനാഷ്യസ് സലൈവ, മധുരം രസമുള്ള ഉമിനീര് ഒഴുകൽ. കോൺസ്റ്റന്റ് സ്പിറ്റിംഗ് ഓഫ് ഫ്രോത്തി കോട്ടൺ ലൈക്ക് മ്യൂക്കസ്, പത പോലുള്ള പഞ്ഞ് പോലുള്ള കഫം, തുപ്പൽ, എപ്പോഴും തുപ്പിക്കൊണ്ടിരിക്കൽ. എ സ്ട്രൈക്കിംഗ് ഫീച്ചർ ഓഫ് പൾസാറ്റിലെ പേഷ്യൻ്റ് ഈസ് ദാറ്റ് ഹി നെവർ വാണ്ട്സ് വാട്ടർ. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു ലക്ഷണം, പനിയോ മറ്റോ ഒക്കെ വന്ന് കിടക്കുമ്പോൾ വായ വരണ്ടിരുന്നാലും പൾസാറ്റിലെ പേഷ്യൻറ്റിന് വെള്ളം വേണ്ട, ദാഹമില്ല. ഡ്രൈനസ് ഓഫ് ദ മൗത്ത് ബട്ട് സെൽഡം തേഴ്സ്റ്റി, വായ വരണ്ടിരിക്കുന്നു പക്ഷേ സാധാരണഗതിയിൽ ദാഹമില്ല, വല്ലപ്പോഴും മാത്രമേ ദാഹമുള്ളൂ. ഈവൻ ഇൻ മെനി ഓഫ് ദ ഫീവേഴ്സ് ഹീ ഈസ് തേഴ്സ്ലെസ്, ഒട്ടുമിക്കതരം പനികളിലും ദാഹമില്ല. ബട്ട് ദർ ഈസ് അറ്റ് ടൈംസ് ആൻ എക്സെപ്ഷൻ ടു ദിസ്, ചില സമയത്ത് ഇതിനൊരു അപവാദമുണ്ട്. എങ്ങനെയാണ്? ഇൻ ഹൈ ഫീവേഴ്സ് ദർ മേ ബി സം തേഴ്സ്റ്റ്, അല്ലാതെ പനി വരുമ്പോൾ കുറച്ച് ദാഹം വരാം, അതാണ് അതിൻ്റെ എക്സെപ്ഷൻ. സാധാരണ പനികളിൽ ദാഹമില്ല. തേഴ്സ്ലെസ്നെസ് വിത്ത് മോയ്സ്റ്റ് ഓർ ഡ്രൈ ടങ്, വരണ്ടതോ നനവുള്ളതോ ആയുള്ള നാവ്, പക്ഷെ ദാഹമില്ല. ഡിസയർ ഫോർ സോർ റിഫ്രഷിങ് തിങ്സ്, ചവർപ്പുള്ള സാധനങ്ങൾ, റിഫ്രഷിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ, പഴമോ വെള്ളമെന്നെങ്കിലും ആഗ്രഹിക്കുന്നു. ഓഫൻ ഡിസയേഴ്സ് തിങ്സ് ഹി കനോട്ട് ഡൈജസ്റ്റ്, ദഹിക്കാത്ത സാധനങ്ങളോടാണ് താല്പര്യം. ലെമണേഡ്, ചീസ്, പഞ്ചൻ തിങ്സ്, ഹൈലി സീസൺ തിങ്സ്, ജ്യൂസി തിങ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് താല്പര്യം. അല്ലാതെ സീസൺ ചെയ്തത്, ഉണക്കിയതും ഉപ്പിലിട്ടതും അങ്ങനെയുള്ള സാധനങ്ങൾ. ലെമണേഡ് ദഹിക്കുന്നില്ല, അത് വേണം. ചീസ് വേണം. ആവേർഷൻ ടു മീറ്റ്, മാംസത്തോടും ബട്ടറിനോട്, വെണ്ണയോട്, കൊഴുപ്പുള്ള ഭക്ഷണങ്ങളോട്, പോർക്കിനോട്, ബ്രെഡിനോട്,
പാലിനോട് പുകവലിയോടൊക്കെ ആവേർഷമുണ്ട്. പൾസാറിലുള്ള ആവേർഷൻസാണ്. എന്തൊക്കെയാണ്? മാംസം, വെണ്ണ, കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ, പോർക്ക്, റൊട്ടി, പാല്, പുകവലി. സ്ക്രാപ്പിംഗ് സെൻസേഷൻ സ്റ്റൊമക്ക് ആൻഡ് ഇസോഫാഗസ് ലൈക്ക് ഹാർട്ട് ബേൺ. വയറ്റിലും ഇസോഫാഗസിലും നെഞ്ചിരുക്കം പോലുള്ള സെൻസേഷൻ, സ്ക്രാപ്പിംഗ് സെൻസേഷൻ, പറഞ്ഞു കീറുന്നത് പോലുള്ള സെൻസേഷൻ. മെനി പെയിൻസ് ഇൻ ദ സ്റ്റൊമക്ക് വെൻ എംപ്റ്റി ഓർ വെൻ ഫുൾ. വയറ് ഒഴിഞ്ഞിരിക്കുമ്പോഴോ വയറ് കാലിയായിരിക്കുമ്പോഴോ നിറഞ്ഞിരിക്കുമ്പോഴോ ഒക്കെ പലതരം വേദനകൾ. ബട്ട് ദ ബ്ലോട്ടിംഗ്, ദ ഗ്യാസ് ആൻഡ് സോർ സ്റ്റൊമക്ക് ആർ മോസ്റ്റ് സ്ട്രൈക്കിംഗ്. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് വായുവെന്ന് പറഞ്ഞത്, ചവർപ്പുള്ളത്, അങ്ങനെയുള്ള വായുടെയും വയറിൻ്റെ അവസ്ഥയാണ് സാധാരണ ഏറ്റവും ശ്രദ്ധേയം വരുന്നത്. ഗ്യാസ്ട്രിക് കാറ്റാർ, ക്രേവ്സ് ഐസ്ക്രീം, ക്രേവ്സ് പേസ്ട്രീസ്. ഐസ്ക്രീമിനോടും മധുരപലഹാരങ്ങളോടുള്ള വല്ലാത്ത ആർത്തി. പക്ഷെ അത് ദഹിക്കില്ല. ദേ വിൽ നോട്ട് ഡൈജസ്റ്റ് ആൻഡ് മേക്ക് ഹിം വേഴ്സ്. അയാളുടെ സ്ഥിതി മോശമാക്കും, ദഹിക്കില്ല. അപ്പം അങ്ങനെയുള്ള വയറിന് പറ്റാത്ത സാധനങ്ങളോടുള്ള ക്രേവിംഗ് ആണ് പൾസാറിൻ്റെ മറ്റു സവിശേഷത. ക്രേവ്സ് തിങ്സ് വിച്ച് മേക്ക് ഹിം സിക്ക്. ദിസ് ഈസ് നോട്ട് അൺകോമൺ. ഇതൊരു അസാധാരണ കാര്യമല്ല, സാധാരണ കാണുന്നത്. ദ വിസ്കി ഡ്രിങ്കർ ക്രേവ്സ് ഹിസ് ലിക്കർ യെറ്റ് നോസ് ഇറ്റ് വിൽ കിൽ ഹിം. ഈ വിസ്കി കുടിയൻ മദ്യത്തിനോട് വളരെയധികം ആർത്തി കാണിക്കും. അത് അയാളെ കൊല്ലുമെന്ന് തോന്നിയാൽ പോലും അതിനോട് ആർത്തി. സോ ഇൻ പൾസാറിലെ വിത്ത് റിഗാർഡ് ടു പേസ്ട്രീസ്, പൾസാറിൻ്റെ കാര്യത്തിൽ പേസ്ട്രീസിലാണ് ഇത് വരുന്നത്, ഈ ക്രേവിംഗ് വരുന്നത്. ക്രേവ്സ് ബാറ്റർ കേക്ക്സ് വിത്ത് മേപ്പിൾ സിറപ്പ് യെറ്റ് നോസ് ദേ വിൽ ബി വോമിറ്റഡ്. മോശമായ കേക്ക് അത് മേപ്പിൾ സിറപ്പും ചേർത്ത് കഴിക്കണം. അത് ഛർദ്ദിച്ചു പോകുമെന്ന് അറിയാം, എന്നാലും കഴിക്കണം. ഇത് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയുന്നത് വെച്ചാൽ, ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ BSc-യുടെ അവസാനഘട്ടം, MSc-ക്ക് പഠിക്കുന്ന കാലഘട്ടം, 90കളിലെ ഒരു കാലഘട്ടത്തിൽ ആരെ കണ്ടാലും ഒരു ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാടുകൾ നോക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ആരെങ്കിലും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു ഹോമിയോപ്പതിൻ്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളത്. അങ്ങനെ ഈ പൾസാറിലേക്ക് മനസ്സിലുള്ള സമയത്താണ് ഒരാളെക്കുറിച്ച് കേട്ടു. അയാൾ മോശമായ ഭക്ഷണങ്ങളാണ് അയാൾ കഴിയുന്നത്. അതിൻ്റെ കാരണം അയാളുടെ പിശുക്കാണെന്നാണ് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആളുകളുടെ വ്യാഖ്യാനമാണ് വസ്തുത അറിയാതെ ആളുകൾ വ്യാഖ്യാനിക്കുന്ന, പിശുക്കെന്നൊക്കെ വ്യാഖ്യാനിക്കുന്നു. ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ, എനിക്കൊരു പരിചയമുള്ള വീടാണ്, ഇതിൻ്റെ വീട്ടിൽ പോയി പരിചയപ്പെട്ടു. ഞാൻ ഇദ്ദേഹത്തിൻ്റെ പിശുക്കാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ഒരു കാര്യത്തിൽ ഒരാളെ സഹായിക്കുന്ന കാര്യം പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചു, സഹായിക്കാൻ മനസ്സിലുണ്ട്. അപ്പോൾ പിശുക്ക് കൊണ്ടല്ല, പിന്നെ നമുക്കിതൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ, കേടായ ഭക്ഷണങ്ങളോട് ഇഷ്ടമാണോ, കാര്യം മനസ്സിലായി. പക്ഷെ ഞാൻ വേറെ തരത്തിൽ ഇയാളെ സ്വാധീനിച്ചിട്ട് എനിക്ക് പരിചയമുള്ളൊരു ഹോമിയോപ്പതി ഡോക്ടറുടെ അടുത്ത് എത്തിച്ചു. ഞാൻ കാര്യമൊക്കെ പറഞ്ഞിരുന്നു, കേസ് എടുത്തു. പക്ഷെ അത് പൾസാറ്റിലെ ആയിരുന്നില്ല, അത് മറ്റൊരു കേസായിരുന്നു. ഏതായാലും അതിലും ഈ ഒരു സിംറ്റം ഉണ്ടായിരുന്നു, മോശമായ ഭക്ഷണ സാധനങ്ങളോടുള്ള. പക്ഷെ ഇവിടെ മാംസം ഇഷ്ടമല്ല, അയാൾക്ക് മാംസം ഇഷ്ടമായിരുന്നു. പൾസാറ്റിൽ കോൺട്രാൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. മരുന്നാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അയാളുടെ കുറേ പ്രശ്നങ്ങൾ, അയാൾ വയറുമല്ലാതെ വീർത്തിരിക്കുമായിരുന്നു. വയറുമായിട്ട് വന്നിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറി എന്നാണ് പിന്നെ ഒരു 5-6 മാസത്തിന് ശേഷം അയാളെ ഞാൻ വീണ്ടും കണ്ടപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആളുകൾ ഇങ്ങനെ പറയുന്ന വ്യാഖ്യാനങ്ങൾ ഹോമിയോപ്പാത്തിനെ ഒരിക്കലും വഴിതെറ്റിക്കരുത്. ആളുകൾ വസ്തുത അറിയാതെ അവരുടേതായ വ്യാഖ്യാനങ്ങൾ, രോഗാവസ്ഥകൾക്ക് അവരുടേതായ വ്യാഖ്യാനങ്ങൾ കൊടുക്കും. പക്ഷേ നമ്മൾ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിരിക്കണം, വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ സമീപിക്കണം. എന്നാലേ കൃത്യമായിട്ടുള്ള ചികിത്സ നടത്താൻ പറ്റില്ല. അല്ലെങ്കിൽ മൈസർലി എന്നെടുത്തു കഴിഞ്ഞാൽ സിംപ്റ്റംസ് മാറിപ്പോയി. ഇവിടെ അങ്ങനെ അല്ല. ഞാനിപ്പോൾ പോയി അന്വേഷിച്ച് അയാളുടെ പിശുക്കിനെ കുറിച്ച് അന്വേഷിച്ച പോലെ സാധാരണ ഒരു പ്രാക്ടീഷണർക്ക് പറ്റില്ല. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി, പ്രജഡീസ് ഒന്നും ഇല്ല. ഇതൊക്കെ ആളുകളുടെ പ്രജഡീസാണത്. പ്രജഡീസ് ഇല്ലാതെ അൺപ്രജഡീസ്ഡ് ആയിട്ട് ക്ലിയർ സിംപ്റ്റംസ് എടുത്തു കഴിഞ്ഞാൽ ആളുകൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് അവിടെ പറയുന്നത്. ക്രേവ്സ് ഹൈലി സ്പൈസ്ഡ് സോസേജ് യെറ്റ് ആവേഴ്സ്ഡ് പോർക്ക് അലോൺ. വല്ലാതെ സ്പൈസ് ചെയ്ത സോസേജിനോട് ആർത്തിയുണ്ട്. പക്ഷെ പന്നിമാംസം, പോർക്ക് മാത്രമാണെങ്കിൽ ഇഷ്ടമല്ല. അപ്പോൾ ഇഷ്ടങ്ങളെ, ക്രേവ്സിനെയും ആവേർഷൻസിനെയും ഒക്കെ വളരെ സൂക്ഷ്മമായിട്ട് ഹോമിയോപ്പതിയിൽ അതിന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. സിംറ്റംസിലൂടെ, സിംറ്റമാറ്റോളജിയിലൂടെ.
അപ്പോൾ അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രോഗശാന്തികൾ കിട്ടും. ആളുകൾ അവരുടെ ഒത്തിരി പ്രശ്നങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ പറ്റും. അപ്പോൾ പൾസാറ്റിനെക്കുറിച്ച് വളരെ ഇത്ര വിലപ്പെട്ട ഈ ഔഷധത്തെക്കുറിച്ച് നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ അവയെക്കുറിച്ച് നമുക്ക് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.